ചേച്ചി തേങ്ങ പൊതുക്കിലല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലി നീതാ ഞാൻ ചെയ്യാം. എല്ലാം ചോദിച്ചിട്ട് ഇവിടുന്ന് മുങ്ങാൻ പറ്റൂല. കറക്റ്റ് സമയമാകുമ്പോ ഞാൻ ആ ജോലി തരാം. ആയിക്കോട്ടെ. എന്താണ് ഗായ്സ് അവിടെ പാറുമയുടെ മുഖം വീർപ്പിച്ചിരിപ്പാണല്ലോ. അവക്ക് മേപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യം. മേപ്പൊക്കെ ചെയ്ത് കൊടുക്കാത്തോണ്ടാ? എന്ത് മേക്കപ്പ് എന്ത് ഇട്ട് കൊടുക്കാത്തത്? മേക്കപ്പ് ഇട്ട് കൊടുക്കാത്തത്? ചേട്ടൻ ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണ്. എന്നാ മേക്കപ്പ് ഇട്ട് കൊടുത്തേരാ അവക്ക്. അത് അവൾക്ക് ബുദ്ധിമുട്ടാവും. അത് വേണ്ട. എന്റെ പൊന്നേട്ടാ, അവളെ ചെറുതായിട്ടൊന്ന് ഒരുക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂർ എടുക്കും. അത് ചേച്ചി, ഇത് ചേച്ചി, അങ്ങനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുറെ സജഷൻസ് ആണ്. അപ്പൊ വൃത്തിക്ക് ഒരുക്കണമെങ്കിലോ ഇന്നത്തെ ദിവസം ഫുള്ള് വേസ്റ്റ് ആവും. ആ ആർത്തി പിടിച്ച ട്യൂഷൻ മാസ്റ്റർ എത്തിയല്ലോ. ചേച്ചി വല്ല റെഡിയായ കഴിക്കായി? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാ പെട്ടെന്നാവട്ടെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ലച്ചു, അമ്മയെ വിളിച്ചായിരുന്ന നീ? പറഞ്ഞോളെ ശരിയാണല്ല. അമ്മ ഇന്നത്തെ ദിവസം വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല. അമ്മ വിളിക്കട്ടെ, എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവളെന്തോന്ന് ഭയങ്കര കലിപ്പിലാണല്ലോ. കേറി തന്നെ മൈൻഡ് ഒന്നും ചെയ്യണല്ലോ. എന്തിനു മൈൻഡ് ചെയ്യണം? എന്തിനാ നിനക്ക്? പാറക്കുട്ടി കളിച്ചു നിൽക്കുവാണ്. അവക്ക് ചേച്ചി മേക്കപ്പ് ഇടണം കണ്ടപ്പോഴത്തേക്ക് അവക്ക് മേപ്പൊക്കെ ഇടണം പോലും. അപ്പൊ പിന്നെ കൊച്ചിന് മേക്കപ്പ് ഇട്ട് കൊടുക്കണം. പറയാനും എളുപ്പാ, കൂടെ കുറച്ചേരം ഇരുന്ന് നോക്ക്. എനിക്ക് കുറച്ച് സമയം മതി മേക്കപ്പ് ഇടാൻ. ഇപ്പൊ എന്തായാലും എനിക്ക് മേക്കപ്പ് ഇട്ട് തരാൻ സമയമില്ല. അതുകൊണ്ട് മോള് ചെല്ലേ, ചേച്ചിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. അതെ മോളിച്ചല്ലേ, ഇവിടുത്തെ അന്നദാതാവാ. ഇവളെങ്ങാനും ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. മോള് പോട്ടാ. അവളാണെങ്കിൽ ഒരു കാരണം നോക്കി ഇതിനൊക്കെ ഒഴിയാൻ. ഇനിയിപ്പൊ എനിക്ക് നേർക്ക് അങ്ങ് തിരികെ ചെല്ലു കുഞ്ഞാ, ഞാൻ ഈ ജോലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇത്ര നേരം പോരെ മേപ്പൊക്കെ ഇടല് ഒന്ന് ചെയ്തു തരാൻ. ചെല്ലു. എനിക്ക് ഇപ്പൊ മേക്കപ്പ് ഇടണം. ഇങ്ങനെ പോവാണെങ്കിൽ നടക്കൂല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പാറുവെ, വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തായാലും ഇട്ട് തരാൻ പോണില്ല. ലച്ചിച്ച് ഒന്നാമത് ദേഷ്യത്തിൽ നിൽക്കോ, വെറുതെ എന്തിനാ വാശി പിടിക്കണ? ചെല്ല്, അപ്പുറത്ത് കുറച്ച് വിട്ട് തരും പോരെ. ഇതിപ്പോ അച്ഛൻ പറയുന്നേ ശരി. അച്ഛൻ പറയുന്നത് എന്തോന്ന് ശരിയാന്ന്? അച്ഛൻ പറയുന്നതെല്ലാം ശരിയാണ്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മോളെ പാറുവേ, നീ ചെന്നാ ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചേ. ചെല്ലു പോ. ആ, ഇത് അവസാന തടവ്. അതെ, ഇതെന്റെ അവസാന തടവാണ്. അതുകൊണ്ട് മോള് പോയി പഠിക്ക്. ചെല്ലു പോ. ഞാൻ പോന്നേ. പാവം പാറു ചമ്മിപ്പ്. പാറുവേ, പാറു, പാറു. ഹലോ മാഡം. ഡോ, തന്നിൽ എത്ര നേരം നോയിക്കൊണ്ടിരുന്നേ? എന്താ ഉത്തരം തരാത്തെ? പാറുവേ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിന് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. വാ. ഒന്ന് തിരിഞ്ഞു നോക്കണു, ഇത്ര ജാട കാണിക്കല്ലേ. പാറോ. എന്തടി? ഇവിടെയുള്ള മേപ്പ കിട്ടുന്ന ദേഷ്യത്തിൽ കമിഴ് നടക്കുന്നു. നീയൊക്കെ കൂടെ വരവരെ എന്റെ പാവം പിടിച്ച കൊച്ചിനെ ഇട്ട് ഇങ്ങനെ കൊല്ലുവാണല്ലോടി. മക്കളെ പാറുവേ പാടാ, ചേട്ടൻ്റെ ചക്കര നിൽക്കുക, നമുക്ക് ഫുഡ് കഴിക്കുക. എന്റെ കൊച്ചിന് മര്യാദയ്ക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താ നീ അറിയാം കേട്ടല്ല. അത് ശരി, നീയുടെ അലവൊന്നും എന്റെ അടുത്ത് അടിക്കണ്ട കേട്ടോ. എന്റെ കൊച്ചിന് ഞാൻ മേപ്പൊക്കെ ഇട്ട് കൊടുക്കും അല്ല കുഞ്ഞാ. പക്ഷെ ആദ്യം ഇപ്പൊ ഞാനും കൊച്ചും കൂടി പോയിട്ട് ചോറ് കഴിക്കും, എന്നിട്ടാണ് ഞങ്ങൾ മേപ്പൊക്കെ ഇടാൻ പോണേ അല്ലേ? എന്താണ് ഇവിടെ ഒരു താരാട്ടുപാട്ട്? അതെ, കൊച്ചിനാരും കൊഞ്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവൾ തന്നെ വന്നെടുത്ത് ഭക്ഷണം കഴിച്ചോളൂ. ചേച്ചി എന്തിനാണോ ചീത്ത പറയണേ? നിങ്ങളുടെ കൊച്ചു പാവല്ലേ? പാവോ ഈ കൊച്ചാ? പാറുവേ, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, മൊടയാണെങ്കിൽ മൊട. ഒരെണ്ണം തന്നാ പോലും ചോദിക്കാൻ ഇവിടെ അച്ഛനും അമ്മയും ഇല്ലട്ടാ. അടിക്കണ്ട, കുളിപ്പടത്ത് പോയി അടിച്ചാ മതി. ഇതിന് സമാധാനപ്പെടും. സമാധാനപ്പെടും. അവിടെ വർത്താനം കേട്ടില്ലേ? ഇങ്ങനെയൊക്കെ പറയാതെ ഒരു കൊച്ച്. ചേച്ചി വിട്ട് കള, ചെറുതല്ലേ അവള്. പിന്നെ ചെറുത്. അച്ഛനും അമ്മയില്ലാത്ത തക്ക നോക്കി തന്നെ അടിക്കണം, അതാണ് ഇവിടുത്തെ ലക്ഷ്യം. പിന്നെ എനിക്ക് വേറെ ഒരു ലക്ഷ്യമില്ലല്ലോ. ഇവൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണം, അത് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നി ചേച്ചി, എന്തോന്ന് ചേച്ചി എന്തിനാ ചേച്ചി വെറുതെ അവളുടെ പുറകെ നടക്കണത്? ഇപ്പൊ വരവരെ ചേച്ചി അവളുമായിട്ടാണ് മെയിൻ പ്രശ്നം ഇവിടെ. നിങ്ങൾ രണ്ടൊരു അടിയുണ്ടായി കഴിഞ്ഞ ഇവിടെ ലോക യുദ്ധമാണ്. അങ്ങനെ നടക്കാതിരിക്കും, അഹങ്കാരമല്ലേ? കേട്ടാ ആ കൊച്ചു പറയണ കേട്ടാ? പണ്ട് ശിവനെ ഉപദ്രവിച്ചേക്കാൾ 100 ഇരട്ടിക്കാണ് ഈ പാറു ഇപ്പൊ എന്നെ ഉപദ്രവിക്കണത്. അയ്യോ പാവം. ഇതിന് ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്യും, ഉറപ്പാണ്. പൊന്നി ചേച്ചി, ചേച്ചി ഒന്ന് നിർത്ത, അവള് കൊച്ചല്ലേ? ആണോ? കൊച്ചാണോ? പണ്ട് നീയും പാറു അടി ഉണ്ടാക്കിയപ്പോ നീ ഇതുപോലൊന്നും അല്ലല്ലോ കേശു പറഞ്ഞേ. ചേച്ചി എന്തിനാ ഇതൊക്കെ പറയുന്നത്? അത് വിട്. ഇവളെ ഞാൻ ശരിയാക്കി എടുത്തോളാം.
സിദ്ധു വരുമ്പോഴേ ഞാൻ കുഴിപ്പളത്ത് പോലോ അന്ന് പാറുവിനെ തൂക്കിക്കൊണ്ട് ഞാൻ കുഴിപ്പളത്ത് പോവും. നിന്നെ എൻ്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടുകയും ചെയ്യും, പൊതിരെ തല്ലുകയും ചെയ്യും. അച്ഛനും അമ്മയും കമാന്നൊരു അക്ഷരം പോലും ചോദിക്കാൻ പറ്റൂല. ഹീറോ ആയിരിക്കുന്ന പാറു അന്നത്തെ ദിവസം 0 ആയിക്കോളും. കുഴിപ്പടത്ത് പോവെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലല്ലോ. ഇപ്പൊ മനസ്സിലായ അവളുടെ മനസ്സിൽ എന്തോരം ദേഷ്യം ഉണ്ടെന്ന് മേക്കപ്പ് ഇട്ട് കൊടുക്കാത്തതിന്റെ? ശരിക്ക് തരാട്ടെ നിന്നെ. എന്റെ അടുത്ത് സംസാരിക്കണ്ട. അതിന് ആര് വരുന്നു നിന്റെ അടുത്ത് സംസാരിക്കാൻ? നിനക്ക് എല്ലാ ദിവസവും ഒരുക്കി തരുന്നത് ഞാനല്ലേ. ഇനി നീ നോക്കിക്കോ, നിനക്കൊരു പൊട്ട് പോലും ഞാൻ വെച്ച് തരൂല. അതുകൊണ്ടാണ് എന്റെ മുഖം വെറുതെ. പാറുവേ, പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് തരാം. നിനക്ക് ഞാൻ മേക്കപ്പ് ഇട്ട് തന്നാ പോരെ? ആദ്യം വന്ന് കഴിച്ചേ വാ. എനിക്ക് ആരും മേക്കപ്പ് ഒന്നും ഇടണ്ട. വാശി ഇനി ചെല്ലിട്ടാ മേക്കപ്പ് ഇട്ട് കൊടുക്കാന്നും പറഞ്ഞിട്ട്. എനിക്ക് വാശിയുണ്ട്. ഞാൻ ബാലേന്ദ്രമ്മയുടെ മോളാ. ഇതൊക്കെ പറയാനായിട്ട് എവിടുന്ന് പഠിക്കണോ എന്തോ. എടി അവള് പറയൂടി, അവള് കുളത്തറ ശൂലംകൊടി വീട്ടിൽ ബാലേന്ദ്രൻ തമ്പിയുടെ മോളാ. അവൾ ഒന്നിനും പിറകിലല്ല.